ബി.ജെ.പിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മുഖമാണ് അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, മിസോറാം ഗവർണറായിരുന്നു, ഒടുവിൽ വന്നിട്ട് ഗോവയിലെ ഗവർണറുമായിരുന്നു. ഇനി ഇതിനെല്ലാം ഉപരി ഒന്നാം തരം എഴുത്തുകാരനുമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രായത്തിന് അധികം, ഇരട്ടിയിലധികം പുസ്തകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും പിൽക്കാലത്ത് ആ തരത്തിലായിരിക്കും ഒരുപക്ഷെ ശ്രീധരൻപിള്ള അറിയപ്പെടാൻ പോകുന്നത്, അല്ലേ? ശ്രീധരൻപിള്ള എന്നൊരു കാര്യം, ശ്രീധരൻപിള്ള ഈ ശരിക്കും ടിപ്പിക്കൽ കേരള സംസ്കാരമുള്ള ഒരു ബി.ജെ.പിക്കാരനും നായരുമാണ്. വെൺമണിക്കാരനാണ്, വെൺമണി കവികളുടെ നാട്. പക്ഷെ അങ്ങേര് ബേസിക്കലി അങ്ങയുടെ സ്വഭാവം ടിപ്പിക്കൽ കേരള മലബാർ നായന്മാരുടെ സ്വഭാവമാണ്. അത് കോഴിക്കോട് കുറേ കാലം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇവിടുന്ന് കേരളത്തിൽ തെക്ക് വടക്ക് വലിയ വ്യത്യാസമാണ് ഈ എസ്പെഷ്യലി മുസ്ലിംസിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഞങ്ങൾ വടക്ക് ക്രിസ്ത്യൻസ് ഇല്ല, ഇവിടെ കുടിയേറിയ ആളുകളുള്ളൂ. പക്ഷെ ഞങ്ങൾ ക്രിസ്ത്യൻസിനെ കാണുന്നത് ഭയങ്കര ബഹുമാനത്തോട് കൂടിയിട്ടാണ്. ക്രിസ്ത്യൻസ് ആപ്പാടെ നമ്മൾ ആദ്യം വരുമ്പോൾ CSI ക്രിസ്ത്യൻസാണ്, നമ്മളെ നാട്ടുകാർ തന്നെയാണ്, നമ്മളെ പുറകെ തന്നെ. ഈ കുടിയേറ്റക്കാരാണ് സ്വയം ക്രിസ്ത്യാനികൾ. അപ്പം ഞങ്ങൾ അവരെ കാണുന്നത് ഭയങ്കര ബഹുമാനത്തോട് കൂടിയിട്ടാണ്. അതുപോലെ ഹിന്ദുസോ മുസ്ലിംസോ അവിടെ. പക്ഷെ സൗത്തിൽ ഈ മുസ്ലിംസിനെ കാണുന്നത് വളരെ നെഗറ്റീവായിട്ടാണ്. ഇവരെ വിളിക്കുന്ന തുലൂക്കന്മാർ, മേത്തന്മാരെന്ന്. അതെ, മേത്തന്മാരെന്ന് വിളിക്കാൻ കാരണം നിങ്ങൾ ശബരിമല അവിടെ എന്ന് പറയുന്നത് വളരെ പുച്ഛത്തോടെ കാണും. ഞാൻ പറഞ്ഞുതരാം. ഈ മേത്തന്മാരെന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ശബരിമല പണ്ട് അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ ശബരിമല ആ പ്രദേശം ഈ തുർക്കി മുസ്ലിങ്ങൾ ആക്രമിച്ചിരുന്നു, ഈ ഡൽഹി സുൽത്താൻ്റെ. അപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികളെ നായന്മാരെ കാണുന്ന ഒഴിച്ചു വിട്ടു. അപ്പോൾ അവരാണ് അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു മേത്ത എന്ന് പറഞ്ഞുള്ള സൈന്യാധിപനെ. അങ്ങനെയാണ് ഈ മേത്തന്മാരെന്ന് വിളിച്ചു തുടങ്ങിയത് സൗത്തിലോട്ട്. അത് കഴിഞ്ഞ് പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സമയത്ത് വേറെ ഒരു പടയുണ്ടോ കൂടി അവിടെ വന്നു, ഈ ക്രിസ്ത്യൻസിനെയും നായന്മാരെയൊക്കെ അവിടെ നിന്ന് വിളിച്ചു. അവരെ അങ്ങനെ ഈ തുഗ്ലക്കാണ് പിന്നെ തുലൂക്കനായി മാറിയത്. തുലൂക്ക് എന്നുള്ള നെഗറ്റീവ് ടേംസിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചില ആളുകൾ സൗത്തിൽ അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ മതം പറയാൻ എന്നോട് പെട്ടെന്ന് മതം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും സൂചിപ്പിക്കുമല്ലോ. അപ്പം ഞാൻ അവരോട് അങ്ങോട്ട് ഞാൻ തുലുക്കനെന്ന് പറഞ്ഞു. പിന്നെ പ്രശ്നമൊന്നുമില്ല, തുലുക്കനാണ് ഏറ്റവും മോശം ടൈം മുസ്ലിംസിന്. എനിക്കത് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മളാളുകളെ വിളിക്കുന്നവരല്ലേ, പിന്നെ അത് നമ്മൾ ഓൺ ചെയ്യും. ഞങ്ങളെ സമയം മലബാർ മുസ്ലിംസിന് അങ്ങനെ സംഭവമില്ല. ഇത് സദയം മുസ്ലിംസാണ് തുലുക്കൻ എന്നുള്ളത്. അപ്പം അല്ല മലബാറിലെ നമ്മൾ കാക്കായിമാരാണ്. കാക്കായിമാർ മലബാറിലെ നെഗറ്റീവാണ്, കാരണം നമ്മൾ ആ കമ്മ്യൂണിറ്റി പെടുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാണ്. എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എനിക്ക് എൻ്റെ ഈഗോനെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പം മലബാറിൽ ഞങ്ങളെ വിളിക്കുന്നത് മാപ്പിള എന്നാണ്. മാപ്പിള എന്ന് വെച്ചാൽ അത് അവിടെയുള്ള ഹിന്ദു രാജാക്കന്മാരുടെ അണ്ടറിൽ ഈ അറബികൾ വന്ന് കച്ചവടത്തിനായി കൂടി ഈ അപ്പം അവർക്ക് ഒരു മരുമകൻ, മാപ്പിള വെച്ചാൽ മരുമകൻ നടത്താണ് തമിഴ്നാട്ടിൽ. പക്ഷേ സെൻട്രൽ ട്രാവലിൽ മാപ്പിള എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ടേ പറഞ്ഞു വരുന്നത്. അപ്പം ഒരു പുയ്യാപ്പിള എന്നാണ് പറയുക മുസ്ലിംസ്, അത് ഹിന്ദുസ് മാപ്പിള എന്ന് പറയും. മാപ്പിള എന്ന് വെച്ചാൽ അതായത് തമിഴിൽ മരുമകനെ വിളിക്കുന്നതാണ്, പുറത്തുനിന്ന് വരുന്ന ആളാണ് മരുമകൻ. പക്ഷേ വളരെ സ്വീകാര്യനും ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ ഫാമിലിയാണ്. അങ്ങനെയാണ് മുസ്ലിംസിനെ മാപ്പിള എന്ന് വിളിക്കുന്നത്. ഇത് സെൻട്രൽ ട്രാവലിലേക്ക് വരുമ്പോൾ രണ്ട് തരം മാപ്പിള, ജൂത മാപ്പിളയും ക്രിസ്ത്യൻ മാപ്പിളയും. അത് തൃശ്ശൂരോട്ട് തെക്കോട്ട് അങ്ങനെയാണ് വിളിക്കുക. മുസ്ലിംസിനെ മേത്തത് വിളിക്കും. മുസ്ലിംസിനെ നെഗറ്റീവായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ക്രിസ്ത്യൻസിനെയും ഇവരെ എന്താ വിളിക്കുക, മാപ്പിള, മരുമകൻ എന്നുള്ള അർത്ഥത്തിൽ. കാരണം ഇവർക്ക് ഹിന്ദു രാജാക്കന്മാർക്ക് വേണ്ടി ട്രേഡ് നടത്തിക്കൊണ്ട് അവിടെ അണ്ടറിൽ രണ്ടാം സ്ഥാനക്കാരായി പറയണം. മലബാറിലെ രണ്ടാം സ്ഥാനക്കാരായി ട്രേഡ് നടത്തിക്കൊണ്ട് അറബികളും അവിടെ ലോക്കൽ മുസ്ലിംസാണ്. ഇവിടെ സിറിയൻ ക്രിസ്ത്യൻസും ജൂതന്മാരുമാണ്. അപ്പം ജൂത മാപ്പിള അതും പിന്നെ എന്ത് വിളിക്കും, ക്രിസ്ത്യൻ മാപ്പിള അതും. മലബാറിലാണെങ്കിൽ ഈ മാപ്പിളാതുള്ള ആദരണീയമായ സാധനം മുസ്ലിംസിനാണ്. അപ്പോൾ ഞാനൊക്കെ മാപ്പിളയെ ഭാഗത്തുപ്പെട്ട ആളാണ്. അപ്പോൾ എനിക്ക് ഈ ബേത്തലിലൊക്കെ കേൾക്കുന്നത് സൗത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഈ പറയുന്നതിന് മാപ്പിള മേത്തൻ പ്രശ്നമുണ്ട്. അപ്പം മേത്തന്മാരെ പരിചയമുള്ള ശ്രീധരൻപിള്ള കോഴിക്കോട് പോയപ്പോഴാണ് മാപ്പിളാരെ കാണുന്നത്. അപ്പോൾ അതോടുകൂടി മൂപ്പർ ഭയങ്കര മാപ്പിള ഫാൻസ് ആയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവിടുത്തെ ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായ സമയത്ത് അവിടുത്തെ പിന്നെ എന്താണ് രണ്ട് ഇമാമുമാരുണ്ട്. ആ ഇമാമുമാർ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇമാം മൂപ്പരായിരുന്നു, ശ്രീധരൻപിള്ളയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്കൽ ബി.ജെ.പിക്കാർക്കൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ പ്രോ മുസ്ലിമാണ്.
അവിടെയുള്ള എല്ലാ മുസ്ലിം ലീഡർഷിപ്പും ഒക്കെ ആയിട്ട് നല്ല മതേതര സ്വഭാവം. ബേസിക്കലി കേരളത്തിലെ ഹിന്ദുസ് പൊതുവെ മതേതരവാദികളാണ്, കേരളത്തിലെ ഹിന്ദുസ് പ്രത്യേകിച്ചും. പക്ഷെ പലരും അത് മിസ്യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇത് ഈ നമ്മുടെ രണ്ട് മതം, ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ബേസിക്കലി ഞങ്ങളുടെ മതം എങ്ങനെ വളർത്തണം എന്ന് ആലോചിക്കുന്ന ആളുകളാണ്. ചുരുക്കം ചില ആളുകൾ അങ്ങനെ അല്ലാതെ ഉള്ളൂ. ഹിന്ദുക്കൾ ഇങ്ങനെ ഓപ്പണായി കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ചില ആളുകൾ സൗകര്യം കിട്ടിയാൽ അവിടെ നിന്ന് നമ്മളെ മതമാക്കി കളിക്കും. അത് കല്യാണത്തിൻ്റെ രൂപത്തിലാവാം, അങ്ങനെ സംഭവം ഉണ്ട്. അങ്ങനെ അപ്പോൾ RSSകാർക്ക് അത് അറിയാം, അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. പക്ഷെ ശ്രീധരൻപിള്ളക്ക് അത് നേറ്റീവായി. ഞങ്ങളവിടെ ഒരുപാട് സ്ഥാനാർത്ഥിയായിരുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി. 2016 ചെങ്ങന്നൂരിൽ നിന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങേരെ ഈ മൈനോറിറ്റിക്കാർക്ക് വല്ല വിവരവും പോകുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ജയിപ്പിച്ചു വിടണം. ഇവർ ജയിപ്പിച്ചു വിടുന്ന വളരെ സെക്കുലറിസ്റ്റുകളെക്കാട്ടും ഭേദമാണ് ശ്രീധരൻപിള്ള. അത് ക്രിസ്ത്യാനികളുടെ കാര്യത്തിലാണെങ്കിലും മുസ്ലിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ ശ്രീധരൻപിള്ള മത്സരിച്ചാൽ ഇവർ വോട്ട് ചെയ്യില്ല. എന്നിട്ട് ഏതെങ്കിലും ഉള്ളിൽ ഭയങ്കര കമ്മ്യൂണിസം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സെക്കുലറിസ്റ്റിനെ വിജയിപ്പിച്ചു വിടും. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി. മണ്ടന്മാരും വിവരമില്ലായ്മ എന്നൊക്കെ പറയും. ശ്രീധരൻപിള്ള മത്സരിക്കാൻ ചെങ്ങന്നൂരാണ് സാധ്യത. ചെങ്ങന്നൂർ RSS നല്ല വോട്ടുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ വോട്ട് നന്നായതാണ്. സജി ചെറിയാനാണ് അവിടെ സ്ഥാനാർത്ഥി. അപ്പോൾ സജി മത്സരിച്ച സമയത്ത് അവിടെ പൊതുവെ സജി അങ്ങനെ കമ്മ്യൂണിസ്റ്റാണല്ലോ. പക്ഷെ വളരെ കാലത്തിന് ശേഷമാണ് ഒരു ക്രിസ്ത്യാനി അവിടെ മത്സരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അമ്മച്ചിമാർ കമ്മ്യൂണിസം ഒന്നുമില്ലെങ്കിൽ സജിക്ക് വോട്ട് ചെയ്യാം നമ്മളെ വയ്യെന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇപ്പം മാറുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കുറച്ച് ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടണം. സജി CSI ഓർത്തഡോക്സ് CSI കണക്ഷനാണ് സജിക്കെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീധരൻപിള്ള ഇക്കുറി മത്സരിക്കില്ല എന്നാണ് അദ്ദേഹത്തിനെ പറഞ്ഞിട്ടുള്ളത്. ശ്രീധരൻപിള്ള അത് അങ്ങനെ മത്സരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നല്ല കാൻഡിഡേറ്റ്, നിർത്താൻ പറ്റിയ നല്ല കാൻഡിഡേറ്റാണ് കേട്ടത്. പിന്നെ ഈ ഓൾഡ് ജനറേഷനിൽപ്പെട്ട ആളുകളൊക്കെ മാറ്റി നിർത്തിയ പരിപാടി BJPക്ക് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് അറിയില്ല. പിന്നെ ശ്രീധരൻപിള്ള കുമ്മനത്തിനെ പോലെ അത്ര ആക്സെപ്റ്റഡ് അല്ല ഹിന്ദുത്വ സർക്കിളുകൾ. അത് കാരണം അങ്ങനെ ഈ പറയുന്നത് ഇപ്പോൾ മുസ്ലിം, പ്രോ ക്രിസ്ത്യൻ, പ്രോ മൈനോറിറ്റി അങ്ങനെ വളരെ ഓപ്പണാണ്. അതിലൊരു പ്രശ്നമുണ്ട്. പിന്നെ അങ്ങനെ വളരെ സോഫ്റ്റാണ്, ഈ ഹാർഷായിട്ട് സംസാരിക്കില്ല. അപ്പോൾ ശ്രീധരൻപിള്ള യുണീക്ക് ഫിഗറാണ്. കാരണം അത് അവിടെ ചെങ്ങന്നൂരിൽ ജനിക്കുകയും പിന്നെ മലബാറിലേക്ക് പോവുകയും അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മറ്റൊരു ഫേസ് അദ്ദേഹം. നമ്മളാരുടെ മുസ്ലിംസ് അങ്ങനെ പ്രശ്നക്കാരൊന്നുമില്ല. മിസോറാമിലും ഗോവയിലും വലിയൊരു സ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ അതെ അതെ. ആ ഗോവയിൽ തന്നെ ഈ പറഞ്ഞ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. പിന്നെ അങ്ങനെ വളരെ പ്ലീസിങ് ആണ്. അതാണ് അങ്ങനെ കാര്യം. പിന്നെ ഈ സെൻട്രൽ തായ്മാങ്കൂറിലെ നായന്മാരുടെ ആഢ്യത്വം അങ്ങേർക്കുണ്ട്. സെൻട്രൽ തായ്മാങ്കൂർ നായന്മാർ അങ്ങനെയാണല്ലോ, അങ്ങനെ ആഢ്യന്മാരാണ്. അതങ്ങേർക്കുണ്ട്. അതെന്ന് വെച്ചാൽ ഓടെ എന്ന് പറയുന്നത് ഞാൻ ആരോടും ഒരു ഫൈറ്റിനൊന്നും നിൽക്കാതെ, എന്നാൽ ഫൈറ്റിന് വന്നാലോട്ട് വിടിയില്ല ഇങ്ങനെ. പക്ഷേ ഫൈറ്റിന് വന്നാൽ വിടാതിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആഢ്യത്തുണ്ടോ അങ്ങനെ. ഇതൊക്കെ തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത്. ഇതിലും കൂടുതൽ എത്ര ഫ്ലെക്സിബിൾ ആവാനാണ്. ഒരു RSS ഇത്രയും ഫ്ലെക്സിബിൾ ആവാൻ പറ്റും. ശ്രീധരൻപിള്ള ആ രീതിയിൽ ഫ്ലെക്സിബിളാണ്. ഈ ശ്രീധരൻപിള്ളേരെ DYFIക്കാരൊക്കെ ഇവിടെ സുവർണാവസരം കളിയാക്കി കൊണ്ടാണ്. നമ്മളാടെല്ലാം മുസ്ലിംസ് അക്കാര്യത്തിൽ നിശബ്ദരായിരുന്നു. കാരണം ആളുകൾ കളിയാക്കുമ്പോൾ നോക്കി കണ്ടു വേണ്ട കളിയാക്കാൻ. ഇങ്ങനെ എല്ലാവർക്കും ഒരു ഉപകാരിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംസിന് ഒരു ഉപകാരിയല്ല, ക്രിസ്ത്യാനിക്ക് ഉപകാരി വിചാരിച്ച് തോൽപ്പിക്കൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കിട്ടുക എന്നുള്ളത്. ഈ ഇലക്ഷന് പ്രധാനമായും BJP വോട്ട് കൃത്യമായി BJP കൊടുക്കണം. അവർ അതായത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ മറ്റേ ചിലപ്പോൾ ഉണ്ടാവും. അത് തീരുമാനിച്ചിട്ടുണ്ട്. BJP വോട്ട് BJPക്കാണ്. ഉൾക്കളികളും നേരിട്ട് സെൻട്രൽ ഗവൺമെൻറ് BJP ലീഡർഷിപ്പാണ് സൂപ്പർവൈസ് ചെയ്യുന്നത് ഇലക്ഷൻ. അതുകൊണ്ട് എന്താ ഉടായ്പ കാണിച്ചാൽ പണി കിട്ടും. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാനെപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാനെന്താണ് എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ഈ വലിയതിനെ പറ്റി, പിന്നിലുള്ള കുത്തിനെ പറ്റി പറയുന്നു. ഈ ലോകത്തിൻ്റെ ചരിത്രം വെച്ചാൽ ഇതുവരെയുള്ള എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രം പിന്നിന്ന് കുത്തുന്നവൻ്റെ അടുത്താണ്. പിന്നിന്ന് കുത്തിയവനാണ് ഇതുവരെ ജയിച്ചിട്ടുള്ളത്. മുന്നിന്ന് കുത്തിയവനും മുന്നിന്ന് അയച്ചവനും ജയിച്ചു. എല്ലാം പിന്നെ ജൂദാസ് തൊട്ട് ജീസസിനെ നമ്മൾ പഠിക്കും. നമ്മൾ ബേസിക് സ്വഭാവം ജൂദാസിൻ്റെതല്ലേ. എന്താ അടുത്തുള്ള അയൽക്കാനെ പോലെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. മുസ്ലിംസ് പറയുന്ന അടുത്ത വീട്ടിൽ പട്ടിണി നടക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ ഇത് മാറ്റണമെന്നോ നമ്മൾ ചെയ്യാറുണ്ട്. ബേസിക്കലി നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഇതിൻ്റെ നായകന്മാരെടുക്കുകയും വില്ലന്മാരുടെ സ്വഭാവം ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പം ലോകത്തുള്ള ഇതുവരെയുള്ള ചരിത്രം എന്ന് വെച്ചാൽ പിന്നിന്ന് കുത്തിയവൻ്റെ ചരിത്രം കൂടിയാണ്, ചരിത്രമാണ്. നമ്മൾ ജയിക്കുമെന്ന് വിചാരിച്ച പല ആളുകൾ ഇലക്ഷനിൽ തോറ്റത്
പിന്നിന്ന് കുത്തിയിട്ടാണ്. അപ്പം ഈ പിന്നിന്ന് കുത്തൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഡെഡ്ലി അതാണ്. അതാണ് ഞാനെപ്പോഴും ഇലക്ഷൻ അനാലിസിസ് പിന്നിന്ന് കുത്ത്, ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. ഞാൻ ചില സ്ഥലത്തൊക്കെ ചില ആൾ തോൽക്കുന്നു ഞാൻ പറഞ്ഞത് ഈ പിന്നിന്ന് കുത്ത് ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതിനെ മറികടക്കുന്ന രീതി പുറത്തുനിന്ന് നടന്നുകൊണ്ട് ജയിച്ചു കിട്ടി. ഈ പിന്നിന്ന് കുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീധരപിള്ള സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് എ ബെറ്റർ ചാൻസ് ചെങ്ങന്നൂരിൽ മത്സരിക്കാണെങ്കിൽ. ശ്രീധരൻപിള്ള ഈ മുഴുവൻ സമയം എഴുത്താണല്ലോ. എഴുത്ത് ഉണ്ട്, അത് പിന്നെ അങ്ങനെ പഴയ ജനറേഷനിൽപ്പെട്ട ആളായതുകൊണ്ടാണ്. അങ്ങനെ ആ സമയത്ത് 2 റീൽസ് എടുത്താൽ മതി. ഈ പുസ്തകമൊക്കെ പല വായിക്കുന്നത് നമ്മളൊക്കെ വളരെ സെലക്റ്റീവായിട്ടാണ് എൻ്റെയൊക്കെ പോകേണ്ടി, നമ്മളെ ഏരിയ മാത്രം. ഗോവയിൽ ഇരുന്നപ്പോൾ തന്നെ എത്രയോ പുസ്തകങ്ങൾ എഴുതിയത്. മൂപ്പരെ പഴയ ജനറേഷനിൽപ്പെട്ട ആളുകളുടെ ഹാങ് ഓഫ് ആണ് പുസ്തകം എഴുതുക. അപ്പോൾ പുസ്തകം വായന വളരെ കുറവാണ്. ഞാനൊക്കെ സെലക്റ്റീവാണ് ഇപ്പം എൻ്റെ പേടി, എൻ്റെ ഏരിയ മാത്രമേ വായിക്കാറുള്ളൂ. അതേപോലെയുള്ള പ്രശ്നമുണ്ട്. മൂപ്പർക്ക് ഇനി ഒരു അംഗത്തിനൊക്കെ കൂടി വാല്യമുണ്ട്. മത്സരിക്കുന്നതാണ് നല്ലത്. അപ്പം എനിക്ക് തോന്നുന്നു PS ശ്രീധരൻപിള്ളയും കുമ്മനവും ഒക്കെ നിയമസഭയിൽ വരേണ്ടവർ തന്നെയാണ്. വരേണ്ടവരാണ്. പിന്നെ ഈ ശ്രീധരൻപിള്ളേൻ്റെ കാര്യത്തിൽ NSSനോളം വേണ്ടപ്പെട്ട ആളാണ്. അപ്പം NSSൻ്റെ കരയോഗ നായന്മാരുടെ വോട്ട് കൃത്യമായിട്ട് കിട്ടും. അപ്പം ചെങ്ങന്നൂരിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മുസ്ലിം ഏരിയ, പക്ഷെ അവിടുത്തെ മുസ്ലിംസ് വേറെ നമ്മുടെ മലബാർ മുസ്ലിംസിനെ പോലെ അല്ല. മുസ്ലിംസിന് അത്യാവശ്യം സ്വാധീനമുള്ള ഏരിയ ആണ് അവിടെ. അത്യാവശ്യം കുറച്ച് വോട്ടുണ്ട് ചെങ്ങന്നൂർ. ചില ഏരിയകൾ അവർക്ക് വോട്ടുണ്ട്. പക്ഷെ അവിടെ STPI സ്വാധീനം കൂടുതല. STPI പിന്നെ ഈ BJP നേട്ടാൻ പിന്നെ അവർക്ക് എന്താണ് STPI കൂടുതൽ അമ്പലപ്പുഴ ഭാഗത്തോട്ടല്ലേ വരുന്നത്. ഈ ഭാഗത്തുണ്ട് കുറച്ച്. ഞാനവിടെ കുറച്ചെല്ലാം ഉണ്ടായതുകൊണ്ട് എനിക്കത് ചില പോക്കറ്റുകളൊക്കെ അവർക്ക് വോട്ടുണ്ട്. പക്ഷേ ശ്രീധരൻപിള്ള അവിടെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈറ്റ് ആയിരിക്കുമല്ലോ. കാരണം സജി ചെറിയാനെ ആയിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആയിട്ടില്ല. ഇടയ്ക്ക് അബിൻ വർക്കിയുടെ പേരും ഒക്കെ പറയുന്നുണ്ട്. ജ്യോതി വിജയകുമാറിന്റെ പേരും അവിടെ. ജ്യോതി വിജയകുമാറിന്റെ വന്നാലും അവളുടെ അച്ഛനെ പണ്ട് വിജയകുമാർ ചില ആളുകൾ വലിച്ചു തോൽപ്പിച്ചതാണ്. അവളുടെ അച്ഛൻ മുമ്പ് സ്ഥാനാർത്ഥി ആവുന്ന സമയത്ത് രമേശ് ചെന്നിത്തല വേറൊരാൾക്ക് സീറ്റ് കൊടുത്തതാണ്. ഇതാണ് ഞാൻ പിന്നിന്നുള്ള കുത്ത്. അപ്പോൾ ഈ പിന്നിന്നുള്ള കുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പിന്നിന്നുള്ള കുത്തിനെ മറികടക്കാൻ ശേഷിയുള്ള ഒരാളാണ് ശ്രീധരൻപിള്ള. പക്ഷേ മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുമില്ല കൃത്യമായിട്ട്. ഞാൻ മൂപ്പര് നോക്കും, ജയസാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പരാരാമോ നോക്കൂ. ജയസാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പര് മത്സരിക്കും. അല്ലെ വെറുതെ മത്സരിച്ച് തോൽക്കേണ്ട ആവശ്യമില്ലല്ലോ കാണാതൊക്കെ ആയിട്ട്. ഇപ്പോഴത്തെ മാറി വരുന്ന മുസ്ലിംസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ ഒന്ന് നേരെ കാണും ശ്രീധരൻപിള്ളയ്ക്കാണ്. ശ്രീധരൻപിള്ള ഈസ് ഓൾവേസ് ഫോർ മുസ്ലിം. അതാ കോഴിക്കോട് ബന്ധമായിരിക്കും. കേരളത്തിൽ അസൽ മുസ്ലിംസ് എന്ന് വെച്ചാൽ ഈ കൊടുങ്ങല്ലൂർ തൊട്ട് കോഴിക്കോട് പിന്നെ മാടായി വരെയുള്ള പ്രദേശത്തുള്ള മുസ്ലിംസാണ്. അതിൽ ഏറ്റവും അധികം മുസ്ലിംസിൻ്റെ ഈ അസൽ മുസ്ലിംസ് പറഞ്ഞാൽ ഈ മാപ്പിള മുസ്ലിംസിൻ്റെ കേന്ദ്രം കോഴിക്കോടാണ്. അത് വേറെ ജനുസാണത്. കാരണം അത് ഇപ്പം യുദ്ധത്തിലൂടെ വന്നതല്ല. ഹിന്ദു രാജാക്കന്മാരുടെ അണ്ടറിൽ ഇവിടെ ക്രിസ്ത്യാനികളും ജൂതന്മാരും എങ്ങനെയാണ് അതേപോലെ വന്നതാണ് കച്ചവടത്തിലൂടെ. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഡിഫറെൻ്റ്. അത് ബോഡി ലാംഗ്വേജ് മാറ്റം കാണാൻ പറ്റും. മേത്തന്മാരുടെയും മാപ്പിളമാരുടെയും ബോഡി ലാംഗ്വേജ് രണ്ടാണ്. ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഞങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. വലിയ വ്യത്യാസം കാണാൻ പറ്റും. സൗത്തിലെയും നോർത്തിലെയും മുസ്ലിംസ് തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര വ്യത്യാസമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.